നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി താരങ്ങളാണ് പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായി നടൻ സിദ്ദിഖും സംവിധായകൻ രഞ്ജിത്തും രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെ പീഡന ആരോപണവും ഉയർത്തി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മിനു. മുകേഷ്, മണിയൻ പിള്ള, രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൻ, ബിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട്. മുകേഷും ജയസൂര്യയും ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചുവെന്ന് മിനു പറയുന്നു. കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നുപിടിച്ചു. സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് ജയസൂര്യ പറഞ്ഞു. ജയസൂര്യയുടെ മോശം പെരുമാറ്റം ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു. നിഷേധിച്ചതോടെ അവസരങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടു. അമ്മയിലെ അംഗത്വ അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളി. ഇവർക്കെതിരെ സംഘടനയ്ക്ക് പരാതി നൽകുമെന്നും നടി പറയുന്നു. 2013 ദുരനുഭവം ഉണ്ടായത്. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ലാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായി എന്നും മിനു പറയുന്നു. ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അധിക്ഷേപത്തിനെതിരെ താൻ സംസാരിച്ചുവെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്കുണ്ടായ മാനസികാഘാതത്തിനും വിഷമങ്ങൾക്കും ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മിനു ആവശ്യപ്പെട്ടു. ജയസൂര്യ, മുകേഷ്, മണിയൻ പിള്ള, രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോൾ നോബിൻ, ബിച്ചു ഇവരിൽ നിന്ന് തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനമുണ്ടായെന്നാണ് മിനു മുനീർ ആരോപിക്കുന്നത്. അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പറഞ്ഞത്. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താൽപര്യത്തോടെ പെരുമാറിയെന്ന് മിനു ആരോപിച്ചു. മുകേഷ് വഴങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നുമാണ് മിനു പറയുന്നത്. മണിയൻപിള്ള, രാജു മോശമായി പെരുമാറിയെന്നാണ് മിനു പറയുന്നത്. ദാത്തടി എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ വെച്ച് ദേഷ്യപ്പെട്ടുവെന്നും മിനു ആരോപിച്ചു. അതേസമയം സംവിധായകൻ കഥകൾ മുട്ടിയതും പ്രതിഫലം പോലും തരാതെ വഞ്ചിച്ചുവെന്നും കാട്ടി പരാതി നൽകിയിട്ടും അമ്മ നേതൃത്വം ഇടപെട്ടില്ല എന്നതിനെ കുറിച്ചുള്ള ദുരനുഭവങ്ങൾ വിവരിച്ച് നടിയുടെ ഇമെയിൽ ഒരു മാധ്യമത്തിന് ലഭിച്ചു. 2006 ഒരു സംവിധായകൻ നിരന്തരം കഥകൾ മുട്ടിയപ്പോൾ മറ്റൊരു മുറിയിലേക്ക് താമസം മാറിയാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ നടി ആരോപിക്കുന്നത്. മറ്റു സിനിമകളിൽ പ്രതിഫലം നൽകാതെ വഞ്ചിച്ചതും സംവിധായകനിൽ നിന്നുണ്ടായ മോശം അനുഭവം ചൂണ്ടിക്കാണിച്ച് 2018 അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടും പ്രതികരണമോ നടപടിയോ ഉണ്ടായിട്ടില്ല എന്നും അമ്മ അംഗമായ തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്നും നടി വ്യക്തമാക്കി. വൈകുന്ന നീതി നിഷേധത്തിന് തുല്യമാണെന്നും നടി ഇമെയിലിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ പുതിയ മെയിൽ അയച്ചിട്ടും ഇതുവരെ മറുപടിയില്ല എന്നും നടി ഒരു ചാനലിനോട് പറഞ്ഞു. അമ്മയ്ക്കുള്ളിലെ നീതി നിഷേധത്തെക്കുറിച്ചാണ് നടി ഇമെയിലിൽ വിശദീകരിക്കുന്നത്. 2006 രാത്രിയിൽ കഥകൾ മുട്ടിയുള്ള സംവിധായകന്റെ പെരുമാറ്റമുണ്ടായത്. ഇത് 4 ദിവസത്തോളം തുടർന്നുവെന്നും പിന്നീട് സ്വന്തം അമ്മയെ വിവരമറിയിച്ച് റൂം മാറുകയായിരുന്നുവെന്നും നടി പറയുന്നു. ഈ സംഭവത്തിന് പിന്നാലെ സിനിമയിൽ തന്റെ ഡയലോഗുകളും സീനുകളും സംവിധായകൻ വെട്ടിക്കുറച്ചു. അന്ന് പരാതി പറയാൻ അമ്മയ്ക്ക് സംവിധാനമില്ലായിരുന്നു. പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും സിനിമയ്ക്ക് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്നാണ്. ഇടയ്ക്ക് സിനിമയിൽ പ്രതിഫലം തരാത്ത വിഷയം പറഞ്ഞപ്പോൾ അമ്മ സെക്രട്ടറി പറഞ്ഞത് പ്രശ്നമാക്കേണ്ട എന്നും കരിയറിനെ ബാധിക്കുമെന്നുമായിരുന്നു. ഇപ്പോഴും പല സിനിമകളിലും പ്രതിഫലം കിട്ടാനുണ്ട്. പ്രശ്നങ്ങൾ ഉയർന്നാൽ അത് ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനാൽ പലർക്കും നീതി ലഭിക്കുന്നില്ല. 2018 അയച്ച മെയിലിന് പുറമെ ഓഗസ്റ്റ് 20 വീണ്ടും മെയിൽ അയച്ചിട്ടുണ്ടെന്ന് നടി വ്യക്തമാക്കി. അമ്മ ജനറൽ ബോഡിക്കും പ്രസിഡന്റിനുമാണ് നടി പുതിയ മെയിലിൽ അയച്ചിരിക്കുന്നത്. ശക്തരായോടൊപ്പം ചേർന്ന് ദുർബലമായവരെ സമ്മർദ്ദത്തിലാക്കാനല്ല അമ്മ സംഘടനയെന്നും നടി തുറന്നടിച്ചു. വിശ്വസ്തതയുടെ അസ്വസ്ഥയായ അംഗം എന്ന് പറഞ്ഞാണ് മെയിൽ അവസാനിച്ചിരിക്കുന്നത്. ഒന്നിനും ഇപ്പോൾ മറുപടിയില്ല. ഒരു ഘട്ടത്തിൽ പോലും പോസിറ്റീവായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് നടി പറയുന്നു.